ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു പ്രസംഗം അധിക പ്രസംഗമാകും. ഇങ്ങനെയൊരു അനുമോദന യോഗമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല അനുമോദിക്കുക എന്നുള്ളത്. നമ്മുടെ സഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെയുള്ള അഭിനന്ദനങ്ങൾക്കും അനുമോദനങ്ങൾക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനമാനങ്ങൾ എന്നുള്ളത് ഭംഗിവാക്ക് പറയുന്നതല്ല. ഞാൻ ഈ പള്ളിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേങ്കിൽ അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ എന്നിലേക്ക് വന്നു ചേരുന്നതാണ്. പല സന്ദർഭങ്ങളിലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക മാത്രമല്ല, എല്ലാം വിട്ട് ഒരു ഘട്ടത്തിൽ ഞാൻ സഭയുടെ പൊതുവായുള്ള ചുമതലകളിൽ നിന്നുമൊക്കെ പൂർണ്ണമായും വിരമിച്ച ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിനുശേഷം പിന്നീട് എനിക്ക് വീണ്ടും ചുമതലയിൽ വരേണ്ടതായിട്ട് വന്നു. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ പള്ളികളിലും അതുപോലെ തന്നെ സഭയിലുമൊക്കെ വിഭാഗീയതകളുണ്ട്. രാഷ്ട്രീയം പോലെയൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നും. ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയിലൊക്കെയുള്ള സംസാരങ്ങൾ, ഏതെങ്കിലും ഒരു ഭരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വിമർശിക്കുന്ന മറ്റൊരു വിഭാഗം, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികൾ പലപ്പോഴും സഭയിൽ കാണാനിട വന്നിട്ടുണ്ട്. അതൊരു ദുസ്സൂചനയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ആളായിട്ട് പ്രവർത്തിക്കാൻ എനിക്കറിയില്ല. കാരണം സഭാ ദൈവത്തിൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിലൂടെ സഭയെ കാണുന്നതിലും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സഭ ദൈവത്തിൻ്റേതാകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമായിരിക്കണം സഭയിൽ നടക്കപ്പെടേണ്ടുന്നത്. അവിടെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനും സഭയുടെ ഉന്നതിക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക, ആയതിലേക്കുള്ളതായ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ കാലശേഷം ഇവിടെ ഒരു കാതോലിക്കേറ്റ് വേണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള രണ്ടഭിപ്രായങ്ങളുണ്ട്. എന്തിനും രണ്ടഭിപ്രായം നമ്മുടെ സഭയിൽ വളരെ സുലഭമാണ്. അപ്പോൾ ഒരു വിഭാഗം പറയുന്നു നമുക്ക് ഈ കാതോലിക്കേറ്റ് വേണ്ട, ഇതൊരു ശാപം പിടിച്ച പ്രസ്ഥാനമാണ്, എന്നും പാത്രിക്കീസ്മാരായിട്ട് അടിയുണ്ടാക്കുന്ന ഒരു ഓഫീസാണ്, അതുകൊണ്ട് വേണ്ട എന്ന് വാദിക്കുന്ന നമ്മുടെ ചില തിരുമേനിമാരുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാതോലിക്കേറ്റ് വേണം എന്നുള്ളത് ഈ സഭയുടെ അസ്തിത്വത്തിൻ്റെ ഒരു മൂലകാരണം എന്നുള്ള നിലയിൽ ഇവിടുത്തെ വിശ്വാസികൾ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും ബഹുഭൂരിപക്ഷം വരുന്ന തിരുമേനിമാരും അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ഒരു കത്തോലിക്ക ബാവ ആവുന്നതിന് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും ഒരു കാതോലിക്കേറ്റ് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ആഗമന സുന്നഹദോസിലും ഉണ്ടായിരുന്നു. സഖാ പ്രഥമൻ ബാവ അത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തോമസ് പ്രഥമൻ ബാവ ഒരു കാതോലിക്ക ബാവ ആയി വരുന്നതിന് വേണ്ടിയിട്ടുള്ള സഭയുടെ ആഗ്രഹവും അത് സഭയുടെ നിലനിൽപ്പിനും അസ്തിത്വത്തിനും അനിവാര്യതയാണെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഇതിലേക്കായി ഒത്തിരി ദൂരം എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, അത് നമ്മുടെ സഭയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഘട്ടമായിരുന്നു അങ്ങനെ അദ്ദേഹം ആ സ്ഥാനത്ത് വന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ സഭയ്ക്ക് ഇന്ന് കാണുന്ന എല്ലാ മഹത്വവും ചില പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ മാത്രം നമ്മൾ വലുതാക്കി കണ്ടുകൊണ്ട് നേട്ടങ്ങളെല്ലാം നമ്മൾ വിസ്മരിച്ചുകൊണ്ട് പറയുന്നത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ 50 വർഷക്കാലത്തെ ദൈർഘ്യമേറിയ അജപാലന ദൗത്യ നിർവഹണം ഈ സഭയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടി, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ഈ സഭയെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അഘോരാത്രം വിശ്രമമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പെരുമ്പള്ളി തിരുമേനിയോടൊപ്പം ഓടി നടന്ന്
ഈ സഭയെ ഇന്നിൻ്റെ നിലയിലാക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ള പുതിയ സഹസ്രാബ്ദത്തിലെ യാക്കോബായ സുറിയാനി സഭയുടെ ശില്പി എന്ന് അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകമായി ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാവനമായ അനുഗ്രഹീത മധ്യസ്ഥത നമുക്ക് കോട്ടയും കാവലും അഭയവുമായിരിക്കട്ടെ. നിശ്ചയമായിട്ടും ബാവായുടെ പിൻഗാമിയായി പരിശുദ്ധ സിംഹാസനം നമ്മുടെ സഭയിലെ എല്ലാ സമിതികളുടെയും ശുപാർശ അപ്രകാരം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനിയും ഇതൊക്കെ നടക്കുന്ന സമയങ്ങളുമൊക്കെ പാത്രിക്കീസ് ബാവയാണ് തീരുമാനിക്കേണ്ടത്. ആഗമന സുറിയാനി സഭയുടെ സുന്നഹദോസാണ് അതിൽ നിശ്ചയങ്ങൾ നടത്തേണ്ടുന്നത്. എന്തായാലും പരിശുദ്ധ പാത്രിക്കീസ് ബാവ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആഗമന സുറിയാനി സഭയിലെ സുന്നഹദോസിൻ്റെ മെത്രാപ്പോലിത്തന്മാരുടെ ശുപാർശ ഈ കത്തോലിക്കേറ്റ് മുന്നോട്ട് പുതിയ ആളെ വാഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ പാത്രിക്കീസ് ലഭിച്ചു എന്ന സന്തോഷത്തോടു കൂടി എന്നോട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ ഒരു ഘട്ടത്തിൽ എനിക്കാവശ്യം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഒരൊറ്റ ബലം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. തിരുമേനി അച്ഛനിവിടെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധനായ കൊച്ചു തിരുമേനിയുടെ കാര്യം. യഥാർത്ഥത്തിൽ എന്നെ ഈ വഴിക്ക് നടത്തുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധനായ കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥത തന്നെയാണ്. അതിലേക്ക് എന്നെ പ്രേരിപ്പിച്ചതും എന്നെ വഴി നടത്തിയതും യഥാർത്ഥത്തിൽ പെരുമ്പള്ളി തിരുമേനിയാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ പെരുമ്പള്ളി തിരുമേനി അന്ന് പെരുമ്പള്ളി പള്ളിയിലെ അച്ഛനാണ്. തിരുമേനി അച്ഛൻ വീട്ടിൽ വന്നു. അമ്മ പൂർണ്ണ ഗർഭിണിയായി വയറുമൊക്കെ വീർപ്പിച്ച് അച്ഛനെ കാണാൻ ചെന്നു. അപ്പം അച്ഛന് എൻ്റെ അപ്പാപ്പൻ, എൻ്റെ അപ്പൻ, എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പെരുമ്പള്ളി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഒരു ദേറാപ്പട്ടക്കാരനാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനു വേണ്ടിയുള്ള പ്രാരംഭ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കുടുംബത്തെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് കല്യാണം കഴിച്ചുകൊള്ളാൻ തിരുമേനി പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മറ്റൊരു സഹോദരനെ പരിമല തിരുമേനി വൈദികനാക്കാൻ പരിമല സെമിനാരിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഐപ്പോരെന്നാണ്. അദ്ദേഹം അവിടെ താമസിച്ച് സുറിയാനിയൊക്കെ പഠിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ദേറാപ്പട്ടക്കാരനാവാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്നും മറുതലിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദരൻ. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഒരു പുരോഹിതൻ ഉണ്ടായിട്ടില്ല. പരിമല തിരുമേനിക്ക് മുമ്പുണ്ടായിരുന്ന പുരോഹിതൻ എന്ന് പറയുന്നത് പരിമല തിരുമേനിയുടെ പിതാവിൻ്റെ സഹോദരൻ പള്ളത്തെട്ടിയിൽ ഗീവർഗീസ് മൽപ്പാനച്ചനാണ്. അദ്ദേഹമായിരുന്നു പരിമല തിരുമേനിയുടെ വഴികാട്ടിയും അദ്ദേഹത്തിൻ്റെ ഗുരുവും എല്ലാം. അങ്ങനെ എന്നിലേക്ക് വന്നു ചേർന്ന ഈ പൗരോഹിത്യത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് പെരുമ്പള്ളി തിരുമേനിയോട് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പെരുമ്പള്ളിയിൽ നിന്ന് വലിയ അത്ഭുതങ്ങളൊക്കെ ചെറുതായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. തിരുമേനി എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം തിരുമേനി അന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പെങ്ങളെ, മോനെ നമുക്ക് ശമാശനാക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ പുരോഹിതന്മാരൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ, പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ തിരുമേനി അച്ഛനായി എൻ്റെ അമ്മയോട് പറഞ്ഞ കാര്യം അമ്മ എപ്പോഴും പറയും. ഞാനിത് എവിടെയും അങ്ങനെ പറയാറില്ല. ഏതോ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ എവിടെയോ ചെറിയ ഗ്രൂപ്പിൽ വെച്ച് പറയുകയുണ്ടായി. അങ്ങനെ ഒരു നിയോഗത്തിൽ നിന്നുമാണ് ഞാൻ ഈ വഴിക്കൊക്കെ വരുന്നതും അതുപോലെ തന്നെ ഒരു ദേറാപ്പട്ടക്കാരനാകുന്നതും പിന്നീട് എല്ലാം വന്നു ചേരുന്നതുമൊക്കെ ഒരു ദൈവനിയോഗം പോലെ മാത്രമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ സഭ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അവിടെ മറ്റു സ്വാർത്ഥ ചിന്തകളൊന്നുമില്ല. ഈ സഭ എത്രമാത്രം സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളാണ് എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം അത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് 70കളിലോ 80കളിലോ 90കളിലോ ഒന്നുമല്ല. അന്നൊക്കെ ഞാൻ ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. 70കളിലെ സംഘർഷഭരിതമായ ഘട്ടങ്ങളിലൊക്കെ
അന്നേരം ഞാൻ ചെറുപ്പമായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും എൻ്റെ മനസ്സുലച്ച ഒരു സാഹചര്യമെന്ന് പറയുന്നത് 2017 ശേഷം നമ്മുടെ ദൈവാലയങ്ങൾ നഷ്ടപ്പെട്ട, അവിടുന്ന് എല്ലാം ഇറങ്ങിപ്പോരേണ്ടി വരുന്ന, ബലമായി പിടിച്ചു മാറ്റുന്ന നമ്മുടെ പുരോഹിതന്മാരും ഒക്കെ കണ്ണീരിൽ കുതിർന്ന കുർബാന തെരുവോരങ്ങളിൽ അർപ്പിക്കുന്ന ഒരു കാഴ്ച കേരള സമൂഹം ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അങ്ങനെ നമുക്ക് 60ഓളം പള്ളികൾ നഷ്ടപ്പെട്ടു. മനസ്സിനെ വല്ലാണ്ട് ഉലച്ച ഒരു കാലമായിരുന്നു അത്. അതിനുശേഷമാണെങ്കിൽ കൂടിയും മൃതശരീരം അടക്കാൻ സാധിക്കാതെ ജനങ്ങൾ ഏറെ വിഷമിച്ച ഒരു കാലഘട്ടം. അപ്പോഴും ഈ ജനം ഈ സഭയോട് ചേർന്ന് നിന്നു. അവിടെയാണ് യാക്കോബായ സഭയുടെ മഹത്വം. ഇവിടെയുള്ള വിശ്വാസികൾ എത്ര പേരുണ്ടെന്നുള്ളതല്ല, ഈ പൗരാണികമായ വിശ്വാസം അത് സംരക്ഷിക്കണം, നിലനിർത്തണം എന്നുള്ള ഇച്ഛാശക്തിയുള്ള, ദൃഢവിശ്വാസമുള്ള, സമർപ്പണമുള്ള, സഭയെ സ്നേഹിക്കുന്ന ഒരു പറ്റം വിശ്വാസികളാണ് ഈ സഭയിലുള്ളത്. അതാണ് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഉലച്ചതും. എൻ്റെ സഭയോടുള്ള സ്നേഹം ഏതൊരു കാലത്തേക്കാളിൽ കൂടുതൽ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ളതും ഈ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഈ അനുഭവ സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നതും അവരിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും. നിശ്ചയമായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ അത്ര സുഗമമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ചില പ്രതീക്ഷയുടെ നാമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു ഈ പാവപ്പെട്ട ജനത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാണെന്ന്. കുമരകം ആറ്റാമംഗലം പള്ളി എല്ലാ കാലത്തും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ഏറ്റവും വലിയ കൂറും വിധേയത്വവും നിലനിർത്തിയിട്ടുള്ള ഒരു പരിശുദ്ധ ദേവാലയമാണ്. ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് വൈത്ര നമ്മുടെ വന്യനായ പുന്നൂസ് കോറപ്പിസ്കോപ്പ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് തീവ്രമായ നിലപാടുകൾ, ഈ പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള തീവ്രമായ നിലപാടുകൾ സത്യവിശ്വാസ സംരക്ഷണാർത്ഥം ഉയർത്തിപ്പിടിച്ച ഒരു ദേവാലയമാണ്. യഥാർത്ഥത്തിൽ മറ്റ് പല ദേവാലയങ്ങൾക്കും എന്നും ഈ പരിശുദ്ധ ദേവാലയം മാതൃകയായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. തീവ്ര നിലപാടുകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെറിയ ഡൈലൂഷൻ വർത്തമാനത്തിൽ വന്നാൽ പോലും നമ്മുടെ ഇവിടുത്തെ ആളുകൾ വഴക്കുണ്ടാക്കും. ഒരിക്കൽ ഞാനിവിടെ വന്നപ്പം എന്നെ ചെറിയ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. വേറെ ഒന്നും കൊണ്ട്, സ്നേഹം കൊണ്ടാണ്. എൻ്റെ വിശ്വാസത്തിൽ ഇച്ചിരി കടുപ്പം പോരാതെ വന്നു എന്നുള്ള ചിന്തയൊക്കെ വന്നപ്പം ഇങ്ങനെയൊന്നും പോരാന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയുണ്ടായി. ഞാനത് സ്നേഹത്തോടെ അതെല്ലാം കേൾക്കുകയുണ്ടായി. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസ തീഷ്ണതയെ, ധീരമായ നിലപാടുകളെ. അങ്ങനെയുള്ള ധീരമായ നിലപാടുകളും വിശ്വാസ തീഷ്ണതയും ഒക്കെ തന്നെയാണ് നമ്മുടെ സഭയുടെ നിലനിൽപ്പിൻ്റെ ആണിക്കല്ല് എന്ന് ഞാൻ പറയും. ഒരിക്കൽ കൂടി വന്യനായ കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേരുന്നു. മൺമറഞ്ഞുപോയ എല്ലാ അനുഗ്രഹീതരായ പുരോഹിത ശ്രേഷ്ഠന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കാലങ്ങളിലൊക്കെ ഇടവകയ്ക്ക് നേതൃത്വത്തിൽ അനേകം വൈദികരുണ്ട്. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അനേകം ദൈവമക്കളുണ്ട്. അവരുടെ എല്ലാം ആത്മാക്കളുടെ ശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ ഇടവകയിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് യാത്ര പോയ എല്ലാവരുടെയും ഓർമ്മ അനുഷ്ഠിക്കുന്ന ദിനവും കൂടിയാണ്. അവർക്കെല്ലാം ആത്മാവിൽ നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീത ഇടവക ഇങ്ങനെയൊരു ക്രമീകരണം ചെയ്തതിൽ നിങ്ങളോടുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവിധത്തിലുള്ളതായ സഹകരണവും ഇനിയും തുടർന്നും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.